ഗൈസ് പൂപ്പൊലി കാണാൻ വന്നതാണ്. അമ്പലവയൽ വയനാട്ടിലേക്ക് വന്നാട്ടോ പൂപ്പൊലി കാണാൻ വേണ്ടി. അസ്രഫ് മാഷുണ്ട്, ഇസാഖ് മാഷ്, അതുപോലെ നമ്മുടെ കരീം മാഷ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര മധ്യയാണ്. ഇസാഖ് മാഷ് പോകല്ലേ? പോയേക്കാം. അവക്കാടൻ്റെ മരം. സംഗതി ഇവിടെ വളരെ തിരക്ക് അനുഭവപ്പെടുകയാണ്. സഹമാശ നേരത്തെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ നേരത്തെ വന്നിക്കോ? പക്ഷേ വരാനുണ്ട്. അന്നൊക്കെ എങ്ങനെ തിരക്കപ്പെട്ടോ? തിരക്കില് ഇവിടെ വന്നാൽ അന്ന് ഏകദേശം ലാസ്റ്റ് ടൈമൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആദ്യമൊന്നും അത്ര കൂടെ ഇല്ലെങ്കിലും അവസാനം തീരാൻ സമയത്തൊക്കെ ഏതായാലും ഇപ്പൊ വർഷം തോറും ഇതൊരു സംഭവമായി മാറാണ്. നല്ല സംഭവമായിട്ട് മാറാണ്. ഏകദേശം ഇപ്പൊ നമ്മള് ഊട്ടിയൊക്കെ പറയുമ്പോൾ ഫ്ലവർ ഷോ ഒക്കെ പറയുന്നത് ഒരു അത്രയും വന്നിട്ടില്ലെങ്കിലും അതിന്റെ ഒരു മിനി ഏതായാലും പോക്കങ്ങോട്ടാണ്. അല്ല ഇത് അടുക്കി കട്ട് ചെയ്താട്ടെ നിങ്ങൾ ഡയറക്റ്റ്. ഇത് കുറച്ച് നടക്കാണ്ട് കേട്ടോ. കാരണം വണ്ടി പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ദൂരമാണ് വണ്ടി വെച്ചത്. കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ പൂപ്പൊലി കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വയനാട്ടിലെ പൂപ്പൊലിക്ക് വേണ്ടി വന്നതായിരുന്നു. നോക്കുന്നോ? ഇല്ല, നമ്മളെ പരിചയമില്ലാത്ത ഒരു പണിയൊന്നും നമ്മൾ എടുക്കണ്ട. അല്ല, നോക്കൂ, ശ്രമിച്ചു നോക്കൂ. ഇക്ബാൽ മാഷ് ശരിക്കും ഒന്ന് പരിശ്രമിച്ചു നോക്കേ. ഇത് കുറച്ച് നടന്ന് കാണാനുണ്ട് സുഹൃത്തുക്കളെ. Guys, and വേഗം പോരി.
നോക്കിയേക്ക് ഒരു പ്രാവശ്യം ആ എടുത്തോളി താരെത്തി വീഡിയോ ആണോ? എല്ലാം ഉണ്ട് എന്നൊന്നും കുറവ് എടുത്തോളൂ. അതെ പൂപ്പൊലി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ വർഷത്തിനേക്കാളും എന്തോ മാറ്റങ്ങളുണ്ടോ? ഊട്ടിയിലാണോ ഞാൻ എത്തിയെന്ന് സംശയിക്കുകയാണ്. പക്ഷേ വൃന്ദാവനിൽ പോയതുപോലെ അതാ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ കുറച്ച് തണുപ്പൂടി ഉണ്ടായ ഊട്ടി തന്നെ ആകുമായിരുന്നു. വരുന്നല്ലേ? ഓ ആയിക്കോട്ടെ, ഓക്കെ. ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഒരു 4 മണിയോടുകൂടി നൈറ്റിലാണ് ഇവിടെ അതിന്റെ ആ ഒരു ബ്ലോമിംഗിലേക്ക് വരും. ഓക്കെ. നേടിൽ കറങ്ങുന്നുണ്ട്, കണ്ടില്ലേ? എങ്ങനെയുണ്ട് പൂപ്പൊലി? നമ്മുടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ടല്ലോ ഇവിടെ. പെട്ടെന്ന് അതിന്റെ നീഡിലൊക്കെ നല്ലോണം കറങ്ങുന്നുണ്ടല്ലോ. ടൈമൊക്കെ ക്ലിയർ ആണോ? എന്തോ അറിയില്ല. 2026 പൂപ്പൊലിയാണല്ലേ അത്? എത്ര വർഷമായി ഇവിടെ പൂപ്പൊലി തുടങ്ങിയിട്ടെന്നറിയോ? ഏതായാലും ഞാൻ വരാൻ തുടങ്ങിയിട്ട് 4ാമത്തെ വർഷമാണ്. 4ാമത്തെ വർഷം. പക്ഷെ ഞാൻ രാത്രി കാലങ്ങളിലായിരുന്നു വരാറ്. ഇന്ന് ഞാൻ പകലെത്തി. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ അസ്രഫ് മാഷ് നല്ല സ്റ്റൈലിലാണ്, നല്ല ലുക്കിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ല, വെറൈറ്റി പൂക്കളൊക്കെ ആണല്ലോ ഇവിടെ കാണുന്നത്. ഡാലിയ, ലില്ലി, അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നതിൽക്കും വ്യത്യസ്തമായ പൂക്കൾ കാണുന്നുണ്ടല്ലോ. അത് തന്നെ വെറൈറ്റി. അതുകൊണ്ടാണല്ലോ പൂപ്പൊലി എന്ന് പറയുന്നത്. സാധാരണത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ ഉണ്ട്. അതാ നമ്മളെ വോഗൻ വില്ല, അതായത് ഒഴുകി നടക്കുന്ന ബോട്ടിൽ ഒഴുകി നടക്കുന്ന വോഗൻ വില്ല. ഗൈസ്, വയനാട്ടിലേക്ക് വന്നാണ് പൂപ്പൊലി. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ വയനാട് ഇതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് വളരെ ത്യാഗം സഹിച്ച് ഫ്ലവർ ഷോ കാണാൻ പോയത് ഞാൻ ഓർക്കുകയാണ്. അതായത് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ബൈക്കിൽ ഒക്കെ പോകുന്നു, എന്നിട്ട് അവിടെ വാഹനമൊക്കെ ബ്ലോക്കാവുന്നു, ഒരുപാട് സമയം കാത്തു നിന്ന് ഒക്കെ പോകുന്ന ഓർക്കുന്നു. പക്ഷെ ഊട്ടി ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അത് വേറെ കാര്യം. എങ്കിലും നമുക്ക് കിടപിടിക്കാൻ ഇത് വയനാട് പൂപ്പൊലി. ഇപ്പോൾ കുറേ സ്ഥലത്ത് പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ജനുവരി 1 മുതൽ 15 വരെയാണ്. ടിക്കറ്റുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഏതായാലും ഒരു വയനാട്ടുകാരുടെ ഒരു ഉത്സവം തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു.
അങ്ങനെ നമ്മൾ വയനാട് പൂപ്പൊലി കണ്ട് തിരിച്ചു പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു. വെറൈറ്റി പൂക്കള്, കാഴ്ചകള് എല്ലാം മോശമില്ല. നല്ല രീതിയിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പൊടി, തിരക്ക് കൂടുന്നുണ്ട്. ഇപ്പോ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴേക്കാണ് തിരക്ക് കൂടി. ആളുകൾ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. ഇങ്ങനെ മഴ ഉണ്ടോ എന്നൊരു സംശയം. പക്ഷെ മഴ ഇതുവരെ പെയ്തിട്ടില്ല. ചിലപ്പോ മാറല് മഴ വന്നിരുന്നു, പേടിപ്പിച്ച്. ഓക്കെ ഗൈസ്, see you.